SFIയുടെ അന്വേഷണം തുടങ്ങിയെന്നും അവിടെ പല റെയ്ഡുകൾ നടന്നെന്നും നമുക്കറിയാം. പക്ഷേ എവിടെയെങ്കിലും ഏതെങ്കിലും സാഹചര്യത്തിൽ എന്താണ് അന്വേഷണ പുരോഗതിയെന്നോ മറ്റോ SFIക്ക് ഏതെങ്കിലും കോടതിയിൽ നൽകേണ്ട ആവശ്യം വന്നിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഒരു കക്ഷിയായ താങ്കൾക്കും അതിൻ്റെ വിവരങ്ങൾ കിട്ടുമല്ലോ. ഏത് ഘട്ടത്തിൽ SFIയുടെ അന്വേഷണം, എന്തായി അന്വേഷണം? ഇപ്പോൾ വീണ വിജയനിൽ നിന്ന് വിവരങ്ങൾ തേടി വീണ വിജയൻ ചെന്നൈയിൽ പോയി ഈ വിവരങ്ങൾ SFIക്ക് നൽകി എന്ന രീതിയിൽ അന്ന് വാർത്തകൾ ഉണ്ടായിരുന്നു. പിന്നീട് അതിന് വലിയ സ്ഥിരീകരണം ഉണ്ടായില്ല. ഇങ്ങനെ ഒരുപാട് കഥകൾ പ്രചരിക്കുന്നു എന്നല്ലാതെ SFIയുടെ അന്വേഷണം എവിടെ എത്തി എന്നതിനെക്കുറിച്ച് താങ്കൾക്ക് ആധികാരികമായിട്ട് എന്തെങ്കിലും വിവരം നൽകാൻ കഴിയുമോ? താങ്കൾ തെളിവുകളും കൊടുത്തിരുന്നുവല്ലോ. ഹൈക്കോടതിയിൽ SFIO കഴിഞ്ഞ മാസം 12-ാം തീയതി SFIO നൽകിയ വിശദീകരണം അഡീഷണൽ അറ്റോർണി ജനറൽ തന്നെയാണ് SFIക്ക് വേണ്ടി കേന്ദ്ര സർക്കാരിന് വേണ്ടി ഹൈക്കോടതിയിൽ ഹാജരായത്. അന്ന് പ്രതിഭാഗം അഭിഭാഷകൻ സീനിയർ അഡ്വക്കേറ്റ് എത്തില്ല എന്ന് പറഞ്ഞിട്ട് പോലും SFIയുടെ പ്രത്യേക ഡയറക്ഷൻ പ്രകാരമാണ് അഡീഷണൽ സോളിസിറ്റർ ജനറൽ കേരള ഹൈക്കോടതിയിൽ ഹാജരായത്. അന്വേഷണം കൃത്യമായി പുരോഗമിക്കുന്നുവെന്നും അന്വേഷണത്തിലേക്ക് ഡ്രാസ്റ്റിക് സ്റ്റെപ്സ് എന്തെങ്കിലും ഉണ്ടാകുന്നതിന് മുമ്പ് ഹൈക്കോടതിയെ അറിയിച്ച് കേന്ദ്ര സർക്കാരിൽ നിന്നും അനുമതി വാങ്ങിച്ചതിന് ശേഷം മാത്രമേ ഒരു ചാർജ് അവർ ഫയൽ ചെയ്യൂ എന്നും കോടതിയിൽ അറിയിച്ചു. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് ശക്തമായ അന്വേഷണം നടക്കുന്നുവെന്ന് ഞാൻ മുമ്പേ സൂചിപ്പിച്ചിരുന്നു. ശ്രദ്ധിച്ചോന്നറിയില്ല, 12ഓളം കമ്പനികളെ വിളിച്ചു വരുത്തിയിട്ടുണ്ട്, ആറോളം ആളുകളെ വിളിച്ചു വരുത്തിയിട്ടുണ്ട്, 3 റെയ്ഡുകൾ ഇതിനിടയിൽ നടന്നിട്ടുണ്ട്. മാത്രമല്ല, ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ എക്കണോമിക് ഒഫൻസിലേക്ക് വരുമ്പോൾ, പ്രത്യേകിച്ച് ഒരു മണി ഫ്രോഡ് അനുസരിച്ച് വന്നാൽ തീർച്ചയായിട്ടും ED ആണ് അതിന്റെ അന്വേഷണ ഏജൻസിയാണ്. മണി ലോണ്ടറിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇതിനകത്ത് നടന്നു എന്ന്, അതായത് 1,72,00,000 രൂപ മാത്രമല്ല, നമ്മുടെ മുമ്പിൽ കണക്കിൽ വന്നിട്ടുള്ള തുകയാണ് 1,72,00,000 രൂപ. അതിനപ്പുറത്തേക്ക് അവിടെ തന്നെ എംപവർ ഇന്ത്യയിൽ നിന്നും ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ള 78 ലക്ഷം രൂപ, അതൊക്കെ നിസ്സാര തുകകളാണ്. അതിനപ്പുറത്തേക്ക് കൃത്യമായ ഇന്റർം സെറ്റിൽമെന്റ് ഉത്തരവിൽ തന്നെ ഇത് ഏതെങ്കിലും തരത്തിലുള്ള സേവനം ലഭിച്ചിട്ടുള്ളതല്ല, എക്സാലോജി കമ്പനിയായി ബന്ധപ്പെട്ട പ്രമുഖന് വേണ്ടിയാണ് ഈ പണം കൈമാറിയിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ അതിനേക്കാൾ വലിയ തെളിവിന്റെ ആവശ്യമൊന്നുമില്ല. അപ്പോ EDയുടെ എൻട്രൻസ് ഈ ഘട്ടത്തിൽ വളരെ ആവശ്യമാണ്. അടുത്ത ഘട്ടത്തിൽ CBIയുടെ എൻട്രൻസും ആവശ്യമാണ്. ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. 1.5 മാസക്കാലമായുള്ള 8 മാസം ഇനിയുണ്ട്. ഒരു കാര്യം കൂടെ പറയട്ടെ, ഇതൊക്കെ ഇത്രയും തെളിവുകൾ ഉണ്ടായിട്ട് പോലും ഇപ്പൊ ഗോവിന്ദ മാഷ് പറഞ്ഞെന്താണ്? ED അദ്ദേഹം ഒരു ഡ്രില്ല് മാഷാണ്. EDയുടെ അർത്ഥം അദ്ദേഹത്തിന് അറിയാമെന്ന് എനിക്കറിയില്ല. എങ്ങനെയാണെങ്കിലും അദ്ദേഹം ഇപ്പൊ പറഞ്ഞു തന്നെയാണ് കൂലിപ്പണിക്കാരനാണ്. ED എന്ന് ഇത്തരത്തിൽ സൂക്ഷ്മമായി വളരെയേറെ തെളിവുകൾ ശേഖരിച്ച് ഇങ്ങനെ പോയിട്ട് പോലും അദ്ദേഹം പറഞ്ഞു കൂലിപ്പണിക്കാരനാണ്. അപ്പോൾ ചാടിക്കേറിയ ഒരു അറസ്റ്റും ചാടിക്കേറിയ ഒരു റെയ്ഡും ഒക്കെ നടത്തിയ എങ്ങനെയായിരിക്കും? സ്വാഭാവികമായും അന്വേഷണ ഉദ്യോഗസ്ഥർ ഇതിനൊരു രാഷ്ട്രീയ മാനമുള്ള കേസാണ്. നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് അത് തന്നെയാണ്. ഒരു സംസ്ഥാനം ഭരിക്കുന്ന, ഒരുപക്ഷെ ഇന്ത്യയിൽ അവശേഷിക്കുന്ന, കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവശേഷിക്കുന്ന ഏക സംസ്ഥാനത്തെ ആ മുഖ്യമന്ത്രിയുടെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ലോകത്തെ തന്നെ ഒരു മിച്ചമുള്ള ഒരു ഭരണാധികാരിക്ക് നേരെ നടക്കുന്ന ഒരു അന്വേഷണം, ആ സംസ്ഥാനത്തെ മുഖ്യമന്ത്രിക്ക് നേരെ അന്വേഷണം, അദ്ദേഹത്തിന്റെ മകള് പ്രതിയായിട്ടുള്ള അന്വേഷണം, അതിനെ വളരെ സൂക്ഷ്മമായിട്ടല്ലാതെ ചാടിക്കേറിയ ഒരു നടപടിയിലേക്ക് അവർ പോകേണ്ട കാര്യമുണ്ടോ? പോകാതെ തന്നെ ഇപ്പൊ പറയുന്ന ആരോപണം. അതിലൊരു സംശയമില്ല ഷോൺ. പിന്നെ താങ്കൾ ഒരു കാര്യം സൂചിപ്പിച്ചു, ഈ പറയുന്ന മഹാന്മാരൊന്നും ഒരു തെളിവും ഒരു പരാതിയും ഒന്നും കൊടുത്തിട്ടില്ല എന്ന്. അപ്പോൾ മാത്യു ഈ വെളിയിൽ പറയുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ? മാത്യുവിന് ഈ കേന്ദ്ര ഏജൻസി അങ്ങനെയാണോ? ഞാൻ ആരുടെയും പേരെടുത്ത് പരാമർശിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. എങ്കിൽ പോലും പറയാമല്ലോ, ഈ നിമിഷം വരെയും കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും ആരും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു വെള്ള പേപ്പറിൽ ഒരു പരാതി, ഒറ്റ പരാതി പോലും. ഒന്നാമത് ഞാനൊരു കാര്യം ചോദിക്കട്ടെ, വിജിലൻസിന് പരാതി കൊടുക്കുക. ഞാൻ എന്റെ അപ്പന്റെ പേര് PC ജോർജ് എന്നാണ്, അറിയാമല്ലോ. PC ജോർജിനെ കുറിച്ച് അന്വേഷിക്കാൻ ഷോൺ ജോർജിനെ ഏൽപ്പിക്കുന്ന പോലെയല്ലേ പിണറായി വിജയനെ കുറിച്ച് അന്വേഷിക്കാൻ വിജിലൻസിന് പരാതി കൊടുക്കുന്നത്? വിജിലൻസ് കോടതിയിൽ കേസ് കൊടുക്കുന്നു. ആ വിജിലൻസ് കോടതി പരമാവധി ഉത്തരവിടാൻ പോകുന്നത് എന്താണ്? ഈ കേസിനെ കുറിച്ച് വിജിലൻസ് അന്വേഷിക്കണം. അന്വേഷിക്കുന്ന ആരാ? രാവിലെ പിണറായി വിജയന്റെ മുമ്പിൽ പോയി പിണറായി വിജയനെ സല്യൂട്ട് ചെയ്തുകൊണ്ട് നിൽക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ പിണറായി വിജയനെ മകളെ കുറിച്ച് അന്വേഷിച്ചാൽ അതിന്റെ ഗതി എന്താവും? എന്താണ് ഇവരുടെ ഉദ്ദേശം? എന്താണ് ഇവരുടെ സംശയത്തെ, ഇവരുടെ ഉദ്ദേശശുദ്ധിയെ എനിക്ക് സംശയമുണ്ട്. ഞാൻ ആദ്യകാലത്ത് എനിക്ക് അത്ര സംശയമില്ലായിരുന്നു. പക്ഷെ ഒരു വെള്ള പേപ്പറിൽ പോലും ഇത്തരത്തിൽ സംസ്ഥാനം ഭരിക്കുന്ന ഒരു മുഖ്യമന്ത്രിക്കെതിരെ കേന്ദ്രത്തിന്റെ ഏതെങ്കിലും ഏജൻസിക്ക് ഒരു വെള്ള പേപ്പറിൽ പോലും ഇവരാരും ഒരു പരാതിയും ഈ നിമിഷം വരെ കൊടുത്തിട്ടില്ല. നമ്മൾ ഈ 12/10-നാണ് 10/2-നാണ് നമ്മൾ ഈ SFIO കേസ് ശ്രീ ഷോൺ
പരാതി കൊടുത്തിട്ട് SFIO കേസ് ഏറ്റെടുത്തതായിട്ട് എന്റെ ഓർമ്മയിൽ ശരിയാണെങ്കിൽ ഞാൻ ചർച്ചയുടെ ഡേറ്റ് നോക്കിയപ്പോൾ 10/2-നാണ്. ഈ 10/2 മഞ്ജുഷിന്റെ ചർച്ച കഴിഞ്ഞിട്ട് എനിക്ക് മറ്റൊരു ചാനലിൽ ചർച്ച ഉണ്ടായിരുന്നു. കേരള ഹൈക്കോടതിയിൽ അദ്ദേഹത്തോളം പ്രായം ചെന്നിട്ടുള്ള ഒരു അഭിഭാഷകനില്ല. അങ്ങേയറ്റം ആദരണീയനായ കേരളത്തിലെ ഏറ്റവും സീനിയർ അഡ്വക്കേറ്റാണ് ആ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് പറഞ്ഞത് SFIO അദ്ദേഹം നിഷ്പക്ഷനായ നിയമജ്ഞനായിട്ടാണ് ചർച്ചയിൽ പങ്കെടുത്തെങ്കിലും സംസാരത്തിന്റെ ഇടയിൽ മനസ്സിലായി അദ്ദേഹം ഒരു കേന്ദ്ര സർക്കാരിനെ സപ്പോർട്ട് ചെയ്യുന്ന വിധത്തിലുള്ള സംഭാഷണമായിരുന്നു അദ്ദേഹത്തിന്റെ. അദ്ദേഹം പറഞ്ഞത് എന്താ വെച്ച് കഴിഞ്ഞാൽ SFIO അന്വേഷണത്തിന്റെ പരിസമാപ്തിക്ക് അധികമൊന്നും കാത്തിരിക്കണ്ട, കേവലം 35-40 ദിവസത്തിനുള്ളിൽ ഇതിന്റെ ഒരു ക്വിക്ക് വെരിഫിക്കേഷൻ അഥവാ ഇതിന്റെ പ്രാഥമിക റിപ്പോർട്ട് പുറത്തു വരും എന്ന് അദ്ദേഹം അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് തന്നെയാണ് ഞാൻ ഒരുപാട് അഭിഭാഷകരോട് ചോദിച്ചപ്പോഴും പറഞ്ഞത്. SFIO അന്വേഷണത്തിന് യാതൊരുവിധ കാലതാമസങ്ങളുമില്ല. അവരുടെ ക്വിക്ക് വെരിഫിക്കേഷൻ റിപ്പോർട്ട് അഥവാ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് വളരെ പെട്ടെന്ന് പുറത്തു വരുമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ 52ാമത്തെ ദിവസം നമ്മൾ ഈ ചർച്ച ചെയ്യുമ്പോഴും ഈ SFIO ഇപ്പോൾ പിക്ചർ എന്ന് മാഞ്ഞിട്ട് ഇപ്പോൾ പുതിയ ED പുറത്തേക്ക് വന്നിരിക്കുന്നു. എന്തുകൊണ്ട് ഈ കേസ് ED ഇപ്പൊ മഞ്ജുഷി 2-3 പ്രാവശ്യം ഷോണിനോട് ചോദിച്ചിട്ടുള്ള ചോദ്യം തന്നെ ഞാൻ ആവർത്തിക്കുകയാണ്. EDക്ക് എന്നോ ഏറ്റെടുക്കാമല്ലോ ഈ കേസ്. 1.72 കോടി രൂപ ഒരു സ്ത്രീ സേവനം നൽകാതെ ഒരു സ്ത്രീയുടെ കമ്പനി കൈപ്പറ്റി എന്ന വിഷയത്തിലെ PMLA ആക്ട് പ്രകാരമുള്ള മണി ലോണ്ടറിംഗിന്റെ വിഷയം നടന്നിട്ടുണ്ടോ എന്ന് അന്വേഷിക്കാൻ എന്തുകൊണ്ട് ED തയ്യാറായില്ല? അല്ലെങ്കിൽ ഈ കേസ് ആത്മാർത്ഥത ഉണ്ടായിരുന്നെങ്കിൽ ഈ കേസ് നേരെ CBIക്ക് വിടാൻ എന്തുകൊണ്ട് കേന്ദ്ര സർക്കാർ തയ്യാറായില്ല? ഷോൺ നേരത്തെ ഞാൻ ചോദിച്ചതാണ് EDയുടെ കാലതാമസം എന്തായിരുന്നുവെന്ന്. അവിടെ ശരിയാണ്, ഈ ഇമ്മ്യൂണിറ്റി ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ ഇന്ത്യൻ സെറ്റിൽമെന്റ് ബോർഡിൽ ഈ കേസ് നടന്നുകൊണ്ടിരുന്ന സമയമായിരുന്നു. അവിടെ ഒരു സെറ്റിൽമെന്റിന്റെ വഴിയെ പോവുകയായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞും സമയമുണ്ടായിരുന്നു. ഇവിടെ ഇപ്പോൾ MK ഹരിദാസ് ഉന്നയിച്ച കാര്യം അത് എത്രമാത്രം സാങ്കേതികമായിട്ട് നിലനിൽക്കുന്നതാണെന്ന് എനിക്കറിയില്ല. ഈ SFIO അന്വേഷണത്തിൽ അതാണ് ഞാൻ ചോദിച്ചത്, ഏതെങ്കിലും തരത്തിലുള്ള റിപ്പോർട്ട് SFIO ഏതെങ്കിലും കോടതിയിൽ നൽകിയിട്ടുണ്ടോ എന്ന്. ശരി, അതെ, SFIO അന്വേഷണത്തെ സാർ അത് എങ്ങനെയാണ് അത് വിലയിരുത്തിയെന്ന് എനിക്ക് മനസ്സിലായില്ല. എങ്കിൽ പോലും ഈ ഇപ്പോൾ വന്നിട്ടുള്ള ED അന്വേഷണവും ഇനി വരാൻ പോകുന്ന സാർ ഇപ്പോൾ സൂചിപ്പിച്ച CBIയെ കുറിച്ച് തീർച്ചയായിട്ടും ഈ കേസിന്റെ അടുത്ത ഘട്ടത്തിൽ CBI ഈ വിഷയത്തിൽ എൻ്റർ ചെയ്തേ മതിയാവും. എങ്കിൽ മാത്രമേ ഇതിന്റെ എത്ര ഘട്ടത്തിലാണ് ഇപ്പോൾ ഈ CMRൽ നിന്നും വീണ വിജയന്റെ എക്സാലോജി കമ്പനി കൈപ്പറ്റിയിട്ടുള്ള 1,72 ലക്ഷം രൂപയും അനുബന്ധമായി കൈപ്പറ്റിയിട്ടുള്ള 78 ലക്ഷം രൂപയും ഇത് എന്തിന് കൈപ്പറ്റി? അതൊരു ചോദ്യമാണ്. എന്തിനു വേണ്ടിയാണ് വീണ വിജയന് മുഖ്യമന്ത്രിയുടെ മകൾക്ക് ഈ പണം കൈപ്പറ്റിയത്? അവിടെയാണ് ഈ കേസിന്റെ ഒരു വൈഡർ ആംഗിൾ നമ്മൾ കാണേണ്ടത്. അത് ED എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് പോകേണ്ടത് ഇവിടെ കേരള സംസ്ഥാനത്തെ തീരദേശത്തെ കൊള്ള ചെയ്യുവാൻ വലിയ ഒരു ഗൂഢാലോചന നടന്നിരിക്കുന്നു. ആ ഗൂഢാലോചനയിൽ മുഖ്യമന്ത്രി മാത്രമല്ല, ഇവിടെ ഭരണകക്ഷിയിലെയും പ്രതിപക്ഷത്തെയും രാഷ്ട്രീയ കക്ഷിയിലെയും സമുദായങ്ങളുടെയും പത്രപ്രവർത്തകർ ഉൾപ്പെടെയുള്ള നൂറുകണക്കിന് ആളുകൾ അതിന്റെ പങ്കുപറ്റിയിരിക്കുന്നു. അവിടെ കേരള സംസ്ഥാനത്ത് വലിയൊരു അഴിമതി പുറത്തു വരേണ്ടതായിട്ടുണ്ട്. 2, കേരള സംസ്ഥാനത്തിന്റെ വലിയൊരു സ്വത്ത് സംരക്ഷിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. 3, കേരള സംസ്ഥാനത്തിന്റെ തീരദേശത്തെ പരിസ്ഥിതിയെ വലിയ 10-20 വർഷക്കാലമായി ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രവണതയെ നിർത്തലാക്കേണ്ടതുണ്ട്. അങ്ങനെ ഈ കേസ് അവസാനിക്കണമെന്നുണ്ടെങ്കിൽ ഇതിനെ ഇപ്പോൾ കാണുന്ന ആംഗിളിൽ നിന്നും മറ്റു വലിയ ആംഗിളിലേക്ക് പോകേണ്ടതുണ്ട്. ഇതൊരു പിണറായി വിജയനിലും മകളിലും മാത്രം ഒതുങ്ങി നിൽക്കുന്ന കാര്യമല്ല. താങ്കൾ ഉദ്ദേശിച്ച കരിമണൽ ഖനനത്തെ കുറിച്ചാണല്ലോ ഉദ്ദേശിക്കുന്നത്. പക്ഷെ അങ്ങനെ ഒരു അന്വേഷണം നടക്കുന്നുണ്ടോ? അങ്ങനെ ഒരു അന്വേഷണം ഏതെങ്കിലും ഏജൻസി നടത്തുന്നുണ്ടോ? താങ്കൾ മുമ്പൊരു ചർച്ചയിൽ പറഞ്ഞിരുന്നു ഞാൻ ഇതിന് വേണ്ട എല്ലാ തെളിവുകളും നൽകിയിട്ടുണ്ട്. താങ്കൾ അത് മാധ്യമങ്ങളോടും പറഞ്ഞിരുന്നു എന്തൊക്കെയാണ് തെളിവുകളെന്ന്. പക്ഷെ അതിനെ ബേസ് ചെയ്ത് എന്തെങ്കിലും അന്വേഷണം ഉണ്ടോ? അവിടെയാണല്ലോ ഈ 1.72 കോടിയിൽ നിന്നൊക്കെ കടന്ന് അന്വേഷണം പോകേണ്ടത്. അതെ, ഒരു നിമിഷം കൂടെ പറഞ്ഞോട്ടെ. ഞാനത് എല്ലാ കാര്യങ്ങളും എനിക്ക് ഒരു ചാനൽ ചർച്ചയിൽ വ്യക്തമാക്കാൻ കഴിയില്ല. പക്ഷെ ഒരു കാര്യം തീർത്തു പറയാം. കേരളത്തിലെ കരിമണൽ ഖനനം ഇന്ന് നിർത്തിവെച്ചിട്ടുണ്ട്. അത് ഇനി കേന്ദ്ര സർക്കാരിന്റെ അനുമതി ഇല്ലാതെ പാരിസ്ഥിതികമായ പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കാതെ അവിടെയുള്ള മിനറൽസ് എന്തൊക്കെയാണെന്ന് തിരിച്ചറിയാതെ ഈ നാടിനെ മുഴുവൻ നശിപ്പിക്കുന്ന ആ ഖനനം ഇനി മുമ്പോട്ട് കൊണ്ടുപോകാതിരിക്കാനുള്ള എല്ലാ നടപടികളും ഞാൻ സ്വീകരിച്ചിട്ടുണ്ട്. അത് എല്ലാ കാര്യങ്ങളും എനിക്ക് പറയാൻ പ്രായോഗിക ബുദ്ധിമുട്ടുണ്ട്. കാരണം എനിക്കത് നടപടിയിലേക്ക് എത്തുന്നതിന് മുമ്പ് ഞാൻ അതെല്ലാം കൂടെ വിളിച്ചു പറഞ്ഞാൽ അതിന് പല തടസ്സങ്ങൾ പലയിടത്തുണ്ടാവും. അതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. പക്ഷേ ഒരു കാര്യം പറയാനല്ലോ, ഈ കേസ് പര്യവസാനിക്കുമ്പോൾ കൃത്യമായും കഴിഞ്ഞ 3 പതിറ്റാണ്ട് കാലമായി കേരളത്തെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വലിയ കൊള്ള നിർത്തലാക്കുക എന്നുള്ളതാണ് ആത്യന്തികമായ ഉദ്ദേശം. അതിന് ശേഷം മാത്രമേ ഉള്ളൂ അത് ഇതുവരെ കൊള്ള ചെയ്തവരെ പിടിക്കുക എന്നുള്ളത്. പക്ഷേ
ഇപ്പോൾ പോകുന്ന SFI അന്വേഷണവും ED അന്വേഷണവും അത് കഴിഞ്ഞ് വരാൻ പോകുന്ന CBI അന്വേഷണവും തീർച്ചയായിട്ടും ഇത് പോകേണ്ട ആംഗിളിൽ തന്നെയാണ് ഇപ്പോൾ പോകേണ്ടത്. ഒന്നാം ഘട്ടവും രണ്ടാം ഘട്ടവും മൂന്നാം ഘട്ടവുമായി മാത്രമേ ഈ കേസിൽ ഒരു പരിശോധനത്ത് എത്തിക്കാൻ കഴിയുള്ളൂ. എതിർഭാഗത്തുള്ളത് പിണറായി വിജയനാണ്, ഒരു സാധാരണക്കാരനല്ല. അതിൻ്റെതായ പ്രതിസന്ധികൾ ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, നേരിട്ട് പല രീതിയിൽ ഇപ്പോ ഇതിനു മുമ്പ് പല കേസുകളുടെ കാര്യം നമ്മൾ പറഞ്ഞു. അതിനൊക്കെ പലപ്പോഴും അത് ചോദ്യം ചെയ്തിട്ടുള്ള വ്യക്തിയാണ് ഞാൻ. എന്തുകൊണ്ട് എത്തിയില്ല? ആ ചോദ്യം ചെയ്യലിന്റെ അവസാനത്തിൽ പലപ്പോഴും എനിക്ക് നേരിട്ട് ബോധ്യപ്പെട്ടുള്ള കാര്യം, ഒരു സർക്കിളിന്റെ പുറത്താണ് പോയി നിൽക്കുന്നത്. പിണറായി വിജയനുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ സർക്കാരുമായി ബന്ധപ്പെട്ട് ഒരു വലിയ അഴിമതിയുടെ പുറകെ ഇതിനു മുമ്പ് ഞാൻ പോയിട്ടുണ്ട്. ആ പോയിട്ട് ഞാൻ മൗറീഷ്യസിലുള്ള 3 കമ്പനികളാണ് അതിന്റെ ഒരു പാർട്ട്ണർമാരായിട്ട് വന്നത്. അതിലൊരു കമ്പനിയുടെ ഓഫീസിൽ ഞാൻ കൗടിയാറുള്ള ഒരു ഓഫീസിൽ ഞാൻ ആളെ പറഞ്ഞു വിട്ടപ്പോൾ ഒരു 10-70 വയസ്സുള്ള ഒരു അമ്മച്ചി അവിടെ നിന്ന് മീൻ വറുത്തോണ്ടിരിക്കുന്നു. ഇത് ഞാൻ പറഞ്ഞു അപ്പോൾ ഈ ചെന്ന ആള് ചോദിച്ചു, ഇങ്ങനെ ഇന്ന കമ്പനിയുടെ ഓഫീസാണോ ചോദിച്ചു. പറഞ്ഞു, മക്കളെ എനിക്കറിയില്ല, ഞാനിവിടെ കുറെ കാലമായിട്ട് താമസിക്കും, എന്റെ മക്കളുണ്ട്, അവർ രണ്ടുപേരും ജോലിക്കാരാണ് എന്ന് പറഞ്ഞു. അപ്പം ഇതൊക്കെ ഒരു സ്റ്റേജിൽ നമുക്ക് കൊണ്ട് നിർത്താൻ കഴിയും. അതിനപ്പുറത്തേക്ക് നമുക്ക് പിണറായി വിജയനുള്ള പല കാര്യങ്ങളും നമുക്ക് പോകാൻ കഴിയില്ല. ഇതിനു മുമ്പ് തന്നെ ഈ CMRലും KSIDCയും ഈ KSIDC കേസിൽ ഇൻവോൾവ് അല്ലായിരുന്നെങ്കിൽ ഒരു കാരണവശാലും ഈ കേസിനെ എവിടെയും നമുക്ക് എത്തിക്കാൻ കഴിയില്ല. കാരണം അന്ന് ഗോവിന്ദൻ മാഷ് പറഞ്ഞ 2 കമ്പനികൾ തമ്മിൽ ഒരു ഇടപാട് നടത്തിയാൽ നിങ്ങൾക്ക് എന്താ? ഇവിടെ റിലേറ്റഡ് കമ്പനി എന്ന നിലയിൽ KSIDCയുടെ ഇൻവോൾവ്മെന്റ് വന്നപ്പോ അവിടെ മുഖ്യമന്ത്രിയുടെ മകൾ കടന്നു വന്നപ്പോഴാണ് കൃത്യമായി നമുക്ക് ഈ വിഷയത്തിലേക്ക് കൊണ്ട് എത്തിക്കാൻ കഴിഞ്ഞത്. അല്ലെങ്കിൽ ഈ കേസും എവിടെയും എത്തില്ലായിരുന്നു. വളരെ ആസൂത്രിതമായി കക്കാൻ പഠിച്ചാൽ നിൽക്കാൻ പഠിക്കണമെന്നൊരു പഴഞ്ചൊല്ലുണ്ട്. അത് കൃത്യമായിട്ട് നിൽക്കാൻ പഠിച്ച ആൾ തന്നെയാണ് നമ്മുടെ മുഖ്യമന്ത്രി എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട.